ഞങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വിവിധ രാജ്യങ്ങളിലുള്ള അയ്യപ്പ ഭക്തജനങ്ങളുടെ ആവശ്യം കൂടി പരിഗണിച്ചാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയം ഒന്നുമില്ല. CPM എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പ്രശ്നം ശബരിമലയുടെ അടിസ്ഥാന വികസനമാണ്. കാരണം ശബരിമലയുടെ അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ആ അമ്പലത്തിൻ്റെ വികസനമാണ്, ശബരിമലയുടെ വികസനമാണ്, അവിടെ നിന്നുള്ള ഐശ്വര്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഓരോ അമ്പലത്തിലേക്കും ഐശ്വര്യമായി എത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആകെയുള്ള 1200ഓളം ക്ഷേത്രങ്ങളിൽ 1252 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് ശബരിമലയിൽ നിന്നാണ്. 50-ൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തമായിട്ടുള്ളത്. ബാക്കി ഈ ക്ഷേത്രങ്ങളിലേക്കെല്ലാം 1200ഓളം ക്ഷേത്രങ്ങളിലെ വിളക്ക് തിരി തെളിഞ്ഞ് മുന്നോട്ട് പോകുന്നത് ശബരിമല എന്ന് പറയുന്ന അന്നദാന പ്രഭു ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവിടുത്തെ വരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒട്ടേറെ ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിക്ക് ഏറ്റവും ഉതകുന്ന തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ശബരിമലയിലേക്ക് വരുന്ന ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കണം. അവിടേക്ക് ഭക്തജനങ്ങൾ വരണം. അവിടെ പിന്നെ ആത്മീയവും എല്ലാ തരത്തിലുമുള്ള ഒരു ഉന്നമനം ഉണ്ടായാൽ മാത്രമേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങളിലേക്ക് അഭിവൃദ്ധിയും ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല.